സഭയുടെ വന്ദനം അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ആ സഭയിൽ നിന്നും ചില പ്രിയപ്പെട്ടവർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയും ദൈവമക്കൾ ജോയിൻ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ ഇതിനകത്ത് കാണുവാൻ ഇടയാകുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് പാസ്റ്റർ ജെയിംസ് ജോർജിനെ കാണുവാൻ ഇടയായതുകൊണ്ട് ഞാൻ ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എനിക്ക് വളരെ ഇഷ്ടമുള്ള നമ്മുടെ സഹോദരൻ ബാവൻ തോമസിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാവർക്കായിട്ടും ദൈവത്തെ വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രിയ സഹോദരൻ ഫിന്നി മാത്യു ഉണ്ട്, മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവർക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ ഇനി പേരുകളിലേക്ക് കടക്കുന്നില്ല. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് IPC ഫാമിലി കോൺഫറൻസ്. ദൈവം തീർച്ചയായിട്ടും അതൊരു വലിയ അനുഗ്രഹമാക്കി മാറ്റുമെന്ന് ആത്മാവിൽ ഞാൻ കാണുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭാര്യ ലിസി എന്നോടൊപ്പം ഈ മീറ്റിങ്ങിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നു. വായിച്ച് സഹായിക്കുകയൊക്കെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമെന്ന് ദൈവസ്നേഹത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന തീം എന്ന് പറയുന്നത് എംപവേർഡ് ടു ട്രാൻസ്ഫോം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു സബ്ജക്റ്റ് ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, വളരെ വളരെ പ്രാർത്ഥിച്ചും ദൈവസന്നിധിയിൽ ഒരുക്കിയതുമായ തിരുവചന ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 3 കാര്യങ്ങളാണ് അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ച് ആ 3 കാര്യങ്ങളും പറയുവാൻ എനിക്ക് താല്പര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്പിരിച്വൽ എംപവർമെന്റ് ആണല്ലോ നമ്മളെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്പിരിച്വൽ എംപവർമെന്റ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. സ്പിരിച്വൽ എംപവർമെന്റ് ഈസ് എ ഗിഫ്റ്റ് ഓർ ഗ്രേസ്. അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ ഈസ് എ പ്രോസസ് initiated by each believer. Spiritual empowerment is a gift or grace from God. അപ്പോൾ തന്നെ transformation is a process initiated by each believer, each individual. ഓരോരുത്തരായിട്ട് ഇനിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണ് ട്രാൻസ്ഫോർമേഷൻ. ആ ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരം, ആ ട്രാൻസ്ഫോർമേഷന് വേണ്ടി നമ്മെ പ്രിപ്പയർ ചെയ്യുന്ന കാര്യമാണ് സ്പിരിച്വൽ എംപവർമെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് സ്പിരിച്വൽ എംപവർമെന്റ് ഈസ് എ ഗിഫ്റ്റ് ഓർ ഇറ്റ് ഈസ് എ ഗ്രേസ് ഫ്രം ഗോഡ്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ആ സ്പിരിച്വൽ എംപവർമെന്റ് കംസ് ഫ്രം ഗോഡ്. ട്രാൻസ്ഫോർമേഷൻ ഫ്രം ദി പീപ്പിൾ. അപ്പോൾ ആ സ്പിരിച്വൽ എംപവർമെന്റ് ഉയരത്തിൽ നിന്ന് ഉണ്ടാകുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് രൂപാന്തരം സംഭവിക്കുവാൻ ഗുണമിടയാകുന്നു. അതുകൊണ്ട് എൻ്റെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നമേ ഞാൻ ഓർപ്പിക്കട്ടെ, സ്പിരിച്വൽ എംപവർമെന്റ് എന്ന് പറയുന്നത് ലീഡിങ് ഇൻ ടു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ വ്യക്തിപരമായ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകാതെ no transformation will happen on a global basis, on a community basis. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ബേസിസ്, ഒരു ചർച്ച് ബേസിസിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണമെങ്കിൽ ആദ്യമേ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകേണ്ടത് വ്യക്തിപരമായ ജീവിതത്തിലാണ്. ഈ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നവരോ, ഇതിൻ്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്നവരോ, ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്നവരോ, അവിടെ പ്രസംഗിക്കുവാൻ വരുന്നവരോ എത്ര വലിയവരാണെങ്കിലും, എത്ര പ്രഗത്ഭരാണെങ്കിലും, ഞാൻ പ്രാർത്ഥിച്ചെനിക്ക് ദൈവാത്മാവ് നൽകിയ പ്രകാശനം എന്ന് പറയുന്നത്, അൺലെസ് പീപ്പിൾ ആർ ട്രാൻസ്ഫോംഡ്, വേറെ ഒന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു വരുന്നത് പോലെ വ്യക്തിപരമായ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്പിരിച്വൽ എംപവർമെന്റ് ഈസ് എ ഗിഫ്റ്റ്. പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ആണ് അവിടെ ഉണ്ടാകേണ്ടത്. അതുണ്ടായി കഴിയുമ്പോൾ വലിയ മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നത് കാണുവാൻ കഴിയും. ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. 2 Corinthians chapter 12 verses 9 and 10 നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള വാക്യമാണ്. 2 Corinthians chapter 12 verses 9 and 10 ഒന്ന് വായിക്കാം. 9 and 10, verse 9 വായിക്കാം. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും.
അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നമ്മൾ ഇവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്, അതിന്റെ മുകളിലുള്ള ചില വാക്യങ്ങൾ പറയുന്നു, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കുവാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അതെന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം, he was so irritated because of this one. He was so upset, annoyed, confused. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തില് പൗലോസ് ദൈവസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി, അതൊന്ന് വിട്ടുപോകേണ്ടതിന്. പക്ഷേ അത് വിട്ടുപോകുന്നതിന് പകരം ദൈവം തന്നോട് ഇടപെടുകയാണ്. ആ ഇടപെടുന്നത് ഇങ്ങനെയാണ്. കർത്താവ് അവനോട് പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ശാന്തമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോസ്തലനായ പൗലോസ് കുറെ നാളുകളായി തനിക്ക് വെളിപ്പാടുകളുടെ ആധിക്യം ഉണ്ടായി എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആ ആധിക്യം ഒരിക്കൽ ഉണ്ടായത് മാത്രമല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വെളിപ്പാടുകളൊക്കെ പ്രാപിക്കുന്ന പൗലോസിനെ സംബന്ധിച്ചിടത്തോളം നിഗളിച്ചു പോകുമെന്ന് മുന്നമേ മനസ്സിലാക്കിയ ദൈവം അങ്ങനെ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് അവനെ കുത്തുന്നതിന് വേണ്ടി സാത്താന്റെ ദൂതനെ അപ്പോയിന്റ് ചെയ്തു. ആ സാത്താന്റെ ദൂതൻ അവനെ കുത്തുവാനായിട്ട് തുടങ്ങി, ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി, അന്നോയിഡ് ആക്കാനായിട്ട് തുടങ്ങി, അപ്സെറ്റ് ആക്കാനായിട്ട് തുടങ്ങി. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ ഓർക്കുക, ദൈവം ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങളിലൂടെ നമ്മളെ കടത്തിവിടും. അത് കടത്തിവിടുന്നതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഞാൻ സൗമ്യതയുള്ളവനാകണം, ഞാൻ താഴ്മയുള്ളവനാകണം. കാരണം എൻ്റെ സൗമ്യതയെ ഭേദിക്കുന്ന നിലയിലുള്ള ഒരു സ്വർഗീയ കാഴ്ചപ്പാടാണ് എനിക്ക് ലഭിക്കുന്നതെങ്കിൽ ഞാൻ അതിയായി നിഗളിച്ചു പോകുമെന്ന് മുന്നമേ കണ്ടിട്ട് ദൈവം അത് ഒരുക്കിയതാണ്. അത് നീങ്ങിപ്പോകുന്നതിന് വേണ്ടി പൗലോസ് പ്രാർത്ഥിച്ചു. എന്നാൽ അത് നീങ്ങിപ്പോകുന്നതിന് പകരം ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടിട്ട് പൗലോസിനോട് പറയുകയാണ്, പൗലോസേ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഒന്ന് ശാന്തമായി ചിന്തിച്ചു നോക്കൂ. ഈ 2 സ്റ്റേറ്റ്മെന്റ് ദൈവം പൗലോസിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതുവരെ തന്നെ അസ്വസ്ഥപ്പെടുത്തിയ, അതുവരെ തന്നെ വല്ലാതെ പീഡിപ്പിച്ച, തൻ്റെ മനസ്സിനെ ബലഹീനമാക്കിയ ആ പ്രത്യേകമായ വിഷയത്തോടുള്ള ബന്ധത്തിൽ there was a very spiritual empowerment. ആ സ്പിരിച്വൽ എംപവർമെന്റ് എന്ന് പറയുന്നത് ദൈവം അവനോട് പറഞ്ഞു, ഐ ആം ഗോയിങ് ടു ഗിവ് യു മൈ ഗ്രേസ് ആൻഡ് ഐ ആം ഗോയിങ് ടു ഗിവ് യു മൈ പവർ. ഈ 2 കാര്യം പൗലോസിനോട് ദൈവം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ എംപവേർഡ് ആകുവാൻ ഇടയായി. അവൻ അറിയാത്ത ഒരു ശക്തി അവനിലേക്ക് വ്യാപരിക്കുവാൻ ഇടയായി. അപ്പോൾ all of a sudden he was transformed. അവൻ രൂപാന്തരം പ്രാപിച്ചു, അവനിൽ വലിയ മാറ്റം വന്നു. എന്നിട്ട് ഇന്നലെ വരെ തന്നെ അനോയിഡ് ആക്കിയ, ഇന്നലെ വരെ തന്നെ അസ്വസ്ഥനാക്കിയ, തന്നെ മാനസികമായി പീഡിപ്പിച്ച അതേ വിഷയത്തോടുള്ള ബന്ധത്തിൽ പൗലോസിന്റെ പ്രതികരണം മാറി. എന്താണ് പ്രതികരണം മാറിയത്? ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേലെ ആവസിക്കേണ്ടതിന് അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ ഞാൻ പ്രശംസിക്കും. ഇന്നലെ വരെ തന്നെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്ന ബലഹീനതകൾ ഇന്ന് തന്റെ പ്രശംസാ വിഷയമായി മാറുകയാണ്. അത് മാത്രമല്ല, താൻ പറയുന്നു, അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയത്തക്ക നിലയിൽ ഇഷ്ടക്കേടായിരുന്ന കാര്യങ്ങൾ ഇഷ്ടമായി മാറുന്ന ഒരു രൂപാന്തരമാണ് പൗലോസിനുണ്ടായത്. എന്നിട്ട് താൻ പറയുകയാണ്, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ
ശക്തനാകുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. അതാണ് ഞാൻ ആദ്യമേ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. സ്പിരിച്വൽ എംപവർമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓർ ഗ്രേസ് ഫ്രം ഗോഡ്. അതുകൊണ്ട് സംഭവിക്കുന്നത് ആ ട്രാൻസ്ഫോർമേഷൻ ആണ്. ദാറ്റ് ഈസ് എ പ്രോസസ്. ആ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത് വ്യക്തികളിലാണ്. വ്യക്തികളിൽ രൂപാന്തരം വരുമ്പോൾ സാഹചര്യങ്ങൾ മാറുന്നത് നമുക്ക് പൗലോസിന്റെ ജീവിതത്തിലൂടെ കാണുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, ഇഫ് ദ സ്പിരിച്വൽ എംപവർമെന്റ് കംസ് ഫ്രം ഗോഡ് അബവ്, the transformation happens within us. നമ്മുടെ അകത്ത് ഈ രൂപാന്തരം ഉണ്ടാകുവാൻ ഇടയാകും. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ മാറണമെന്നില്ല. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ അതുപോലെ തന്നെ നിൽക്കുമ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന നേരം വരെ എനിക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയ വിഷയങ്ങൾ മാറാതെ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കിയ വിഷയങ്ങൾ പ്രശംസാ വിഷയമാക്കി മാറ്റുന്നതാണ്, അതിൽ സന്തോഷിക്കുവാൻ കഴിയുന്നതാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. പൗലോസിന് ആണ് മാറ്റം സംഭവിച്ചത്. പൗലോസിന്റെ സ്വഭാവത്തിനാണ് മാറ്റം സംഭവിച്ചത്. പൗലോസിന്റെ പ്രതികരണത്തിനാണ് മാറ്റം സംഭവിച്ചത്. ഈ മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്ന മിക്കവാറും ആളുകൾ ദൈവദാസന്മാരാണല്ലോ. ദൈവദാസന്മാരെ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ നമ്മുടെ സ്വഭാവത്തിന് രൂപാന്തരം വരുത്തിക്കൊണ്ട് സാഹചര്യങ്ങളെ അനുകൂലമാക്കി മാറ്റുവാൻ കഴിയുന്ന ദൈവപ്രവൃത്തിയുടെ മുൻപാകെ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കുമാറാകട്ടെ. ഞാൻ വേഗം രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് സ്പിരിച്വൽ എംപവർമെന്റ് ഈസ് ആൻ അനോയിന്റിങ്. സ്പിരിച്വൽ എംപവർമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അനോയിന്റിങ് inevitable for the smooth functioning of a divinely ordained assignment. ഞാനതൊന്ന് വിശദമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. സ്പിരിച്വൽ എംപവർമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അനോയിന്റിങ്. അതൊരു അഭിഷേകമാണ്. ആ അഭിഷേകം എന്തിനു വേണ്ടിയാണ് തരുന്നത്? ഫോർ ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് എ ഡിവൈൻലി ഓർഡൈൻഡ് അസൈൻമെന്റ്. ഈ കോൺഫറൻസിന്റെ മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരോട് എനിക്ക് പ്രത്യേകമായിട്ട് സ്നേഹത്തോടെ ഓർപ്പിക്കുവാനുള്ളത്, നിങ്ങളുടെ മേൽ ദൈവം പകർന്നു തന്നിരിക്കുന്ന ഡിവൈൻലി ഓർഡൈൻഡ് അസൈൻമെന്റ് ആണ് ബോസ്റ്റണിൽ നടക്കുവാൻ പോകുന്ന കോൺഫറൻസ്. ആ കോൺഫറൻസ് നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ പരിചയം കൊണ്ടോ പരിജ്ഞാനം കൊണ്ടോ നടക്കത്തില്ലെന്ന് ദൈവസന്നിധിയിൽ സമ്മതിക്കുമ്പോൾ ആ സ്പിരിച്വലി ഓർഡൈൻഡ് അസൈൻമെന്റ് നന്നായി ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ മേൽ പകരപ്പെടുന്ന ഈ അഭിഷേകമാണ് എംപവർമെന്റ് എന്ന് പറയുന്നത്. ആ എംപവർമെന്റ് നമുക്കുണ്ടാകുമ്പോൾ, ആ അഭിഷേകം നമുക്കുണ്ടാകുമ്പോൾ നമുക്കറിയാം പ്രത്യേകമായി അസൈൻഡ് ആയിരിക്കുന്ന ഓർഡൈൻഡ് ആയിരിക്കുന്ന ഒരു അസൈൻമെന്റ് വരുമ്പോൾ ആ അസൈൻമെന്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രത്യേക അഭിഷേകം ദൈവം നമുക്ക് നൽകി തരും. ആ അഭിഷേകം നമുക്ക് നൽകി തന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും ഏറ്റവും സ്മൂത്ത് ആയിട്ട് മുൻപോട്ട് പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, നമുക്ക് അങ്ങനെ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമെങ്കിൽ, ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, സ്പിരിച്വൽ എംപവർമെന്റ് ഈസ് ആൻ അനോയിന്റിങ്. It is inevitable for the smooth functioning of a divinely ordained assignment. ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. നമുക്ക് ദാവീദിന്റെ ചരിത്രം അറിയാം. 1 ശമൂവേൽ 16-ാം അധ്യായത്തിൽ ദാവീദിനെ അഭിഷേകം ചെയ്യുന്നതിനെ കുറിച്ച് നമുക്കവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. സഹോദരന്മാരുടെ മുൻപിൽ വെച്ച്, സഹോദരന്മാരുടെ നടുവിൽ വെച്ച് ശമൂവേല് തൈലക്കൊമ്പെടുത്ത് ദാവീദിന്റെ മേൽ ഒഴിച്ച് അവനെ രാജാവായി അഭിഷേകം ചെയ്തു. അങ്ങനെ ഡേവിഡ് വാസ് അനോയിന്റഡ് ആസ് ദ കിങ് ഓഫ് ഇസ്രായേൽ. അവനെ ഇസ്രായേലിന്റെ രാജാവായിട്ടാണ് അഭിഷേകം ചെയ്തത്. ബട്ട് ഹി കണ്ടിന്യൂഡ് ആസ് എ ഷെപ്പേർഡ് അൻടിൽ ഹി റീച്ച്ഡ് ദ ഡിവൈൻലി അപ്പോയിന്റഡ് ടൈം. ആ ഡിവൈൻലി അപ്പോയിന്റഡ് ടൈം ആകുന്നത് വരെ ഹി കണ്ടിന്യൂഡ് ഹിസ് സെയിം ബിസിനസ്. ഷെപ്പേർഡായിട്ട് തന്നെ അവൻ കണ്ടിന്യൂ ചെയ്യുവാൻ ഇവിടെയാണ്. എന്നാൽ ഈ അനോയിന്റിങ്ങിന്റെ എഫക്റ്റ് എന്താ ഉണ്ടായത്? ഹി സ്റ്റാർട്ടഡ് ടു ട്രാൻസ്ഫോം പീപ്പിൾ. ഇസ്രായേലിനെ രൂപാന്തരപ്പെടുത്തുവാൻ. ഹി കെപ്റ്റ് ദ പീപ്പിൾ യുണൈറ്റഡ്. ഹി കോൺകേർഡ് ജെറുസലേം ആൻഡ് കെപ്റ്റ് ജെറുസലേം ആസ് ഹിസ് ക്യാപിറ്റൽ. ആൻഡ് ഹി ഡിഫീറ്റഡ് ഫിലിസ്റ്റൈൻസ്
എസ്പെഷ്യലി നമുക്കറിയാം ഗൊല്യാത്തിനെയൊക്കെ പരാജയപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി. ആരാധനയിലേക്ക് ജനത്തെ കൊണ്ടുവരുവാനിടയായി. ആളുകളെ ഒന്നിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി. ശക്തമായിരിക്കുന്ന രൂപാന്തരം ജനങ്ങളിൽ എത്തിക്കുവാൻ തക്കവണ്ണം ദാവീദിനെ ദൈവം നിയോഗിച്ചത് ദാവീദിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകമാണെങ്കിൽ, ഇന്ന് രാത്രികാലം ഞാൻ ഓർപ്പിക്കട്ടെ, ഇങ്ങനെ ഒരു സ്പിരിച്വൽ എംപവർമെന്റ്, ഇഫ് ദാറ്റ് സ്പിരിച്വൽ എംപവർമെന്റ് ഈസ് ആൻ അനോയിന്റിങ്, ആ അനോയിന്റിങ് നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുൻപാകെയുള്ള അസൈൻമെന്റ് എത്ര വലുതാണെങ്കിലും വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ അത് നടക്കുവാൻ തക്കവണ്ണം ഇടയാകും. അതുകൊണ്ട് ഇതിന്റെ മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഓർപ്പിക്കട്ടെ, സ്പിരിച്വൽ എംപവർമെന്റ് ഇസ് ആൻ അനോയിന്റിങ്. അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് പീപ്പിൾ വിൽ ബി ട്രാൻസ്ഫോംഡ്. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത് ഞാൻ ഓർപ്പിച്ചത് പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. രണ്ടാമത്തേത് പീപ്പിൾ ട്രാൻസ്ഫോർമേഷൻ ആണ്. മൂന്നാമത്തെ കാര്യം ഞാൻ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നത് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. You will receive power when the Holy Spirit comes on you. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ you will be my witnesses in Jerusalem, Judea, Samaria and ends of the earth. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എൻ്റെ സാക്ഷികളാകും. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്പിരിച്വൽ എംപവർമെന്റ് ഈസ് എ മോട്ടിവേഷൻ. Spiritual empowerment is a motivation leading to witnessing, which will transform the world. ലോകത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ഒരാത്മശക്തി ദൈവം നമ്മുടെ മേൽ പകർന്നു തന്നു കഴിയുമ്പോൾ, when the spiritual empowerment becomes a motivation in my life, എന്നെ വേറെ ആരും മോട്ടിവേറ്റ് ചെയ്യാൻ ആവശ്യമില്ലാതെ വണ്ണം ആ എംപവർമെന്റ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം തുടങ്ങുമ്പോൾ, പൗലോസിനെ പോലെ നമ്മളും വിളിച്ചു പറയും, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്ന് പറയത്തക്കവണ്ണം പൗലോസിനെ പോലെ പറയുവാൻ കഴിയണമെങ്കിൽ നമ്മെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സ്പിരിറ്റ് ഉണ്ടായിരിക്കണം. ആ മോട്ടിവേഷൻ എന്ന് പറയുന്നത് സ്പിരിച്വൽ എംപവർമെന്റ് ആണ്. ഓർപ്പിക്കട്ടെ, സ്പിരിച്വൽ എംപവർമെന്റ് ഈസ് എ മോട്ടിവേഷൻ ദാറ്റ് വിൽ ട്രാൻസ്ഫോം ദ ഹോൾ വേൾഡ്. ലോകത്തെ മുഴുവനും രൂപാന്തരപ്പെടുത്തുവാൻ ഇന്ന് ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ദൂതന്മാരെ അല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട ദൈവമക്കളെയാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതിന് ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുമ്പോൾ അത് സംഭവിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു പ്രത്യേക കാര്യം ദൈവമക്കൾ അവിടെ ശ്രദ്ധിക്കുക. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, 1-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം, 2-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം, ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ യു ഷാൽ ബി മൈ വിറ്റ്നസസ് എന്നാണ് കർത്താവ് പറഞ്ഞത്. അവിടെ ഒരു വ്യത്യാസമുണ്ട്. ബെയറിംഗ് വിറ്റ്നസ് ഓർ ഗിവിംഗ് ടെസ്റ്റിമണി ഈസ് ഡിഫറെന്റ് ഫ്രം ബീയിങ് എ വിറ്റ്നസ്. അപ്പോൾ എനിക്ക് സാക്ഷ്യം പറയാൻ എളുപ്പ, ഞാൻ കണ്ടതും കേട്ടതും ഒക്കെ എനിക്ക് വിളിച്ചു പറയാൻ എളുപ്പമാ. പക്ഷേ ഞാൻ തന്നെ ഒരു സാക്ഷിയായിട്ട് മാറുക. അപ്പോൾ ഞാൻ പ്രസംഗിച്ചില്ലെങ്കിലും എന്നെ നോക്കി എൻ്റെ കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന നിലയിൽ ഞാൻ ഒരു സാക്ഷിയായി മാറുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിൽ അത്യാവശ്യമായിരിക്കുന്നത്. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ സാക്ഷ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ സെയിന്റ് ഫ്രാൻസിസ് ഓഫ് അസീസി പറഞ്ഞത്, preach the gospel always, use words whenever necessary. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ നിന്റെ ജീവിതം ഒരു സാക്ഷ്യമായി മാറുക. സാക്ഷ്യം പറയാൻ എളുപ്പമാ, പരസ്യയോഗത്തിൽ എവിടെ വേണേലും ചെന്ന് സാക്ഷ്യം പറയാം. പക്ഷേ ജീവിതം ഒരു സാക്ഷ്യമാക്കുക. അതാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങൾ ശക്തി ലഭിക്കുമ്പോൾ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുമെന്നുള്ളതിനേക്കാൾ നിങ്ങൾ എൻ്റെ സാക്ഷികളായി മാറുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് 1-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദി 4 ഫണ്ടമെന്റൽസ് ഓഫ് മാത്ത് എന്ന് പറയുന്നത്
നമുക്കറിയാം അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഈ 4 കാര്യങ്ങളും 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ തുടങ്ങി വെച്ചത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 47-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്, the Lord added to the church, സഭയോട് രക്ഷിക്കപ്പെടുന്നവരെ കൂട്ടിച്ചേർക്കുകയാണ്, ആഡ് ചെയ്യുകയാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ when you come to Acts chapter 5 verses 1 through 11, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, the Lord removed certain people from the church. ചിലരെ സബ്ട്രാക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അനന്യാസ്, സഫീറ, ആ കുടുംബത്തെ അവിടെ നിന്ന് ഒഴിവാക്കുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 6-ാം അധ്യായത്തിന്റെ 1-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നമ്പർ ഓഫ് ഡിസൈപ്പിൾസ് were multiplied. അവരിങ്ങനെ പെരുകാനായിട്ട് തുടങ്ങി. സോ ദ മൾട്ടിപ്ലിക്കേഷൻ വി ക്യാൻ സീ there. എന്നാൽ 14-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഡിവിഷൻ ഹാപ്പൻസ് there. അവിടെ ഗ്രൂപ്പിസം ഉണ്ടാകുകയാണ്, ഡിവൈഡ് ചെയ്തപ്പെട്ടു പോകുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ അഡീഷൻ ഉണ്ടായിരുന്നു, സബ്ട്രാക്ഷൻ ഉണ്ടായിരുന്നു, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, ഡിവിഷനും ഉണ്ടായിരുന്നു. ദൈവമക്കളെ, നമ്മുടെ സഭയോടുള്ള ബന്ധത്തിൽ, പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന അഡീഷൻസ് ഉണ്ടാകട്ടെ, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാകട്ടെ, അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സബ്ട്രാക്ട് ചെയ്യപ്പെട്ടത് പ്രമാണം വിട്ടുപോയ ചില വിഷയങ്ങളാണെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളും ഇന്നും സഭകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. അത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ദൈവസഭ 1-ാം നൂറ്റാണ്ടിൽ വളർത്തപ്പെട്ടതുപോലെ നമുക്കുമായി തീരുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം. ഞാൻ ഈ വചനങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ ചിന്തകൾ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് ഞാൻ ഓർപ്പിച്ചത്. 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്പിരിച്വൽ എംപവർമെന്റ് ഈസ് എ ഗിഫ്റ്റ് ഓർ എ ഗ്രേസ് ഫ്രം ഗോഡ് അബവ്. അതുകൊണ്ട് സംഭവിക്കുന്നത് പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. 2-ാമത്തത്, സ്പിരിച്വൽ എംപവർമെന്റ് ഈസ് ആൻ അനോയിന്റിങ്. അതിൽ നിന്ന് സംഭവിക്കുന്നത് പീപ്പിൾ ട്രാൻസ്ഫോർമേഷൻ ആണ്. 3-ാമത്തത്, സ്പിരിച്വൽ എംപവർമെന്റ് ഈസ് എ മോട്ടിവേഷൻ ആണ്. സംഭവിക്കുന്നത് ദ വേൾഡ് ട്രാൻസ്ഫോർമേഷൻ ആണ്. നമ്മുടെ ലക്ഷ്യം അതായി മാറട്ടെ. ഞാൻ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൂടെയുള്ള സമൂഹം രൂപാന്തരപ്പെടുക, പിന്നെ അതിൽ നിന്ന് കുറെ കൂടെ വലുതായി ലോകം മുഴുവനും രൂപാന്തരപ്പെടുന്ന അനുഭവത്തിലേക്ക് കാര്യങ്ങൾ മുൻപോട്ട് പോകുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അതുകൊണ്ട് ലെറ്റ് us look forward for that spiritual empowerment which is inevitable in our life. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. Let us pray for a personal transformation. Let us pray for a people transformation. Let that happen in our church, that type of transformation. Also let us look for a world transformation. കർത്താവിന്റെ വരവ് ഏറ്റവും വാതുക്കലായിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം, ഒരു വലിയ കൂട്ടത്തെ ഒരുക്കാം. അതിന് ഈ ട്രാൻസ്ഫോർമേഷന് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അതിന് മുഖാന്തരമായി എംപവർമെന്റ് ഉണ്ടാകട്ടെ. കർത്താവ് നമ്മെ എല്ലാവരെയും അതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ തിരുവചന ചിന്ത ഇപ്പോൾ ഇവിടെ നിർത്തുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ കോൺഫറൻസിന് എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കും.